മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം 35 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ. പ്രഭാഷണത്തിന് മുതിരുന്നില്ല, കാരണം നമ്മളൊക്കെ തന്നെ പ്രായമേറിയവരാണ്. പിന്നെ പലരും പറഞ്ഞു ഉടനെ പോകണമെന്നുള്ളത് നവാഗതര്, കാരണം പലരും വിരമിച്ചിട്ടില്ല, വിരമിക്കാൻ പോകുന്നതേ ഉള്ളൂ. സംശയം വിരമിച്ചിട്ടുണ്ടല്ലേ? ബഹുമാനരെ, ഒരു ദീർഘ പ്രഭാഷണത്തിന് മുതിരുന്നില്ല. സംഘടനയുടെ ചരിത്രം 5 മിനിറ്റോടെ പറയുന്നുള്ളൂ. കാരണം ഇവിടെ ഇപ്പോൾ 10 പേരെ മറ്റേ വന്നിട്ടുള്ളൂ പുതുതായിട്ട്. അല്ല, അങ്ങനെയല്ല, 10 പേരെ വന്നിട്ടുള്ളൂ. ജബ്ബാറടക്കം. ജബ്ബാർ ഈ മാസം ഇറക്കിക്കുന്നു. അപ്പോൾ നമ്മുടെ സംഘടനയ്ക്കുള്ള ഒരു പ്രത്യേകത, അതിന് നിർവചനം എല്ലാ വിഭാഗീയതകൾക്കും അതീതമായി, കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി, വകുപ്പ് കാറ്റഗറി ചിന്തകൾക്ക് അതീതമായി, ജാതി മത ചിന്തകൾക്ക് അതീതമായി, സർവീസിൽ ഇരിക്കെയുള്ള കാലയളവിൽ പദവി വ്യത്യാസത്തിന് അതീതമായും സാമൂഹ്യ പ്രതിബദ്ധതയോടെയും പ്രവർത്തിക്കുന്ന കേരളത്തിലെ സിവിൽ സർവീസ് പെൻഷൻകാരുടെ ഏക അംഗീകൃത സംഘടന. അതാണ് സംഘടനയ്ക്കുള്ള പ്രത്യേകത. ഒരു പക്ഷേ പുതുതായി വന്നവർക്ക് ആ ഒരു പ്രത്യേകത അറിയുന്നുണ്ടാവില്ല. അങ്ങനെയാണ് പ്രവർത്തിച്ചു വരുന്നത്, ഞാനടക്കം ഉണ്ടായിരുന്നത്. സംഘടനയുടെ 33ാം സംസ്ഥാന സമ്മേളനം ഈ കഴിഞ്ഞ ഏപ്രിൽ 28, 29, 30 തീയതികളിലായി എറണാകുളത്ത് നടന്നു. അതിന് മുഴുവൻ കാര്യങ്ങളും ഇവിടെ വിശദീകരിക്കുന്നില്ല, കാരണം സമ്മേളനത്തിൻ്റെ അവലോകനം മറ്റു കാര്യങ്ങളും 33ാം സംസ്ഥാന സമ്മേളനം അംഗീകരിച്ച നമ്മളെ സാമ്പത്തിക ഡിമാൻഡും സാമ്പത്തികതര ഡിമാൻഡുകളും അനുവദിച്ച് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങളും പ്രക്ഷോഭങ്ങളും പ്രചരണങ്ങളും അത് സ്വീകരിക്കുന്നതിന് വേണ്ടി, നടപ്പിലാക്കുന്നതിന് വേണ്ടി, തീരുമാനിക്കുന്നതിന് വേണ്ടി സംഘടനയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും ഈ മാസം 28, 29 തീയതികളിൽ ചേരുന്നു. അതുകൊണ്ട് സംഘടന എടുത്ത പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ സൂചിപ്പിക്കുന്നുള്ളൂ. സംഘടന മുന്നോട്ട് വെച്ച പ്രധാന ആവശ്യങ്ങൾ, കഴിഞ്ഞ 2022 തൃശ്ശൂരിൽ നടന്ന 30ാം സംസ്ഥാന സമ്മേളനവും 2023 വയനാട് നടന്ന 31ാം സംസ്ഥാന സമ്മേളനവും കഴിഞ്ഞ വർഷം ജൂൺ മാസം 27, 28, 29 നടന്ന കൊല്ലത്ത് നടന്ന 33ാം സംസ്ഥാന സമ്മേളനവും അംഗീകരിച്ച പ്രധാന ഡിമാൻഡുകൾ. ചില ഡിമാൻഡുകൾക്ക് മാറ്റം വന്നിട്ടുണ്ട്. പെൻഷൻ പരിഷ്കരണത്തിൻ്റെ 3ാമത്തെ ഗഡുവും 4ാമത്തെ ഗഡുവും ലഭിച്ചു കഴിഞ്ഞു. ഇനി നമ്മളുടെ പ്രധാന ആവശ്യം, സാമ്പത്തിക ആവശ്യം, നാളിതുവരെ 5 വർഷം കൂടുമ്പോഴുള്ള ശമ്പള പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കുക. അങ്ങനെ വരുമ്പോൾ 1/7/2024 മുതൽക്കുള്ള ശമ്പള പെൻഷൻ പരിഷ്കരണം, ക്ഷാമാശ്വാസ ഗഡുക്കൾ ബാക്കിയുള്ളത്, അനുവദിച്ച ക്ഷാമാശ്വാസ ഗഡുക്കളുടെ കുടിശ്ശിക. പലപ്പോഴും പലരും അറിയിക്കേണ്ടത് ഹിലാൽ പബ്ലിക് സ്കൂൾ, പൊന്നാനി. നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ, മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്തത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു. അലങ്കാന സമീപം, സിവി റോഡ്, പൊന്നാനി.